ചികിത്സ കിട്ടാതെ മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിൽ സുജിത് പി വിജയൻപിള്ളയുടെ MLAയുടെ ഓഫീസിലേക്ക് UDYFന്റെ മാർച്ചിന്റെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വേണുവിന്റെ കാര്യത്തിൽ വലിയ കൃത്യവിലോപം ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ച് റിപ്പോർട്ടായി പുറത്തേക്ക് വന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ UDYFന്റെ പ്രതിഷേധം. MLAയുടെ വസതിയിലേക്കാണ് MLAയുടെ ഓഫീസിലേക്കാണ് UDYFന്റെ മാർച്ച്. ബാരിക്കേഡുകൾ തള്ളിമറിച്ചിട്ടുകൊണ്ട് ബാരിക്കേഡ് മറികടക്കാൻ പ്രതിഷേധക്കാർ ശ്രമിക്കുന്നുണ്ട്. UDYF എന്ന് പറയുന്ന UDFന്റെ യുവജന സംഘടനകളുടെ കൂട്ടായ്മയാണ്. UDYFന്റെ നേതൃത്വത്തിലാണ് കൊല്ലത്ത് പ്രതിഷേധം. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ രാജ് വിവരങ്ങൾ ചേരുന്നു. അരുൺ, സംഘർഷത്തിലേക്ക് ചെറുതായി കലാശിക്കുന്നുണ്ടോ? വേണുവിന്റെ മരണം അത് അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിനെ MLA സുജിത് വിജയൻപിള്ള ന്യായീകരിച്ചുവെന്ന് ആരോപിച്ചാണ് UDYFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ MLA സുജിത് വിജയൻപിള്ളയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ പ്രകടനം എത്തിയ UDYFന്റെ നേതൃത്വത്തിലെത്തിയ പ്രകടനം ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ആ തടഞ്ഞ പ്രകടനം ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ടിരിക്കുകയാണ്. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. കാരണം ഈ UDYFന്റെ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ബിനു ചുരുളടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നേതാക്കൾ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രകടനം ഈ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നിലേക്ക് എത്തുകയായിരുന്നു. അതായത് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ നിലവിൽ നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല. കാരണം ഈ വിഷയത്തിൽ MLAയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്. MLA ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിനെ ന്യായീകരിക്കുന്നു, സർക്കാരിനൊപ്പം നിൽക്കുന്നു. വേണുവിന്റെ മരണത്തിൽ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് UDYFന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം ഈ പുറത്തു വന്ന DMEയുടെ റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ്. കാരണം DMEയുടെ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുമ്പോഴും MLA ഇക്കാര്യത്തിൽ കുടുംബത്തിനൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ആരോപണമായി വരുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ബാരിക്കേഡ് മറച്ചിട്ടിരിക്കുന്നു. കൂടുതൽ പോലീസിനെ ഇപ്പോൾ സ്ഥലത്തേക്ക് കരുനാഗപ്പള്ളി DYSP ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ എത്തിയിരിക്കും. കാരണം പ്രകടനം ഒരുപക്ഷെ ഇതിനുള്ളിലേക്ക് കടന്നാൽ അത് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം തെരഞ്ഞെടുപ്പ് സമയമാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പിനപ്പുറം ഈ വേണുവിന്റെ കാര്യത്തിൽ ചികിത്സ നൽകിയിരുന്നെങ്കിൽ വേണുവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നത് തന്നെയാണ് പ്രധാന കണ്ടെത്തൽ. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ അനാസ്ഥയിൽ ഒരു മനുഷ്യന്റെ ജീവൻ സിസ്റ്റം ഇല്ലാതാക്കി എന്നാണ് അതിനർത്ഥം. CHC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ ഗുരുതരമായ പിഴവുകളുടെ ഘോഷയാത്ര ഉണ്ടായി എന്ന് തന്നെ ആ റിപ്പോർട്ട് സ്ഥിരീകരിച്ച് കണ്ടെത്തുകയാണല്ലോ. അതിൽ ഈ സുജിത് വിജയൻപിള്ള എന്ത് പറഞ്ഞു എന്നാണ് പ്രതിഷേധം? ഹാഷ്മി അക്കമിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ചവറ PHC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെയുള്ള വിഭാഗങ്ങളിലെ ഏതൊക്കെയാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത്. ഈ വീഴ്ചയിൽ കാര്യങ്ങൾ പറയുമ്പോഴും ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു MLA അക്കട്ടത്തിൽ പറഞ്ഞത്. പകരം ഇതിൽ ഏതെങ്കിലും വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, അത് പരിഹരിക്കാം. ഏതെങ്കിലും തരത്തിൽ അക്കാര്യങ്ങളിൽ പരിശോധന നടത്തുന്നതിന് സർക്കാരുമായി കൂടിയാലോചന നടത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെയും MLA കുടുംബത്തെ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ അക്കമിട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടും കുടുംബത്തെ കണ്ടുകൊണ്ടോ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടലോ MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്. നേരത്തെ വേണുവിന്റെ ഭാര്യ അടക്കമുള്ളവർ ഇക്കാര്യം നമ്മളോട് ചൂണ്ടിക്കാട്ടിയതുമാണ്. എന്തായാലും ഈ ചവറയിൽ ഈ വേണുവിന്റെ മരണം അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നുണ്ട്. വലിയ രീതിയിൽ അത് സർക്കാരിനെതിരെയുള്ള നീക്കമായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് UDYFന്റെ പ്രകടനം അതിന്റെ തുടക്കം ആണ് എന്നുള്ളതാണ് ഈ യുവജന സംഘടനാ പ്രതിനിധികളിൽ നിന്ന് പ്രതിപക്ഷ യുവജന സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വേണുവിന്റെ മരണത്തിൽ നീതി ലഭിച്ചിട്ടില്ല കുടുംബത്തിന് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്. ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിൽ കുറ്റക്കാരായ ഒരു ഉദ്യോഗസ്ഥരുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. അവർക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല. അത്തരമൊരു റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കനക്കുന്നത്. അവിടെ ഈ പറയുന്ന വേണുവിന്റെ മരണം ഉണ്ടായത് സിസ്റ്റത്തിന്റെ കൊടിയ അനാസ്ഥയാണ് എന്നത് അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന കാര്യമാണ്. ആ ജീവന് വേണമെങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ആ ജീവൻ ആ രീതിയിൽ രക്ഷിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടാവാതെ എന്ന് പറഞ്ഞാൽ ആ വേണുവിന്റെ അവസാന മിനിറ്റുകളിലെ ശബ്ദമൊക്കെ നമ്മൾ കേട്ട് ഹൃദയം പൊടിഞ്ഞവരാണ്. അപ്പോൾ അതൊക്കെ ശരിവെക്കുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലാണ് അവിടെ സുജിത് വിജയൻപിള്ള ഇവിടെ ഓഫീസിലേക്ക് പ്രതിഷേധം ന്യായീകരിച്ചു എന്നൊക്കെ പറഞ്ഞാണ്. അതിൻ്റെ വസ്തുത എന്തായാലും അതിൽ ഒരു സാധു മനുഷ്യൻ ചികിത്സ കിട്ടാതെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധിക്കേണ്ട കാര്യമാണ്. പ്രതിഷേധിച്ചില്ലെങ്കിൽ എന്താണ് പ്രതിപക്ഷം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.